ഹൃദിസ്ഥമാക്കി അഹ്ലുൽ ഖുർആനാവാനുള്ള പരിശ്രമത്തിൻ്റെ ഒരു പ്രധാന ഘട്ടമാണ് പ്രിയപ്പെട്ട ഹാഫിളീങ്ങളായ വിദ്യാർത്ഥികൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. ഹിഫ്ള് പൂർത്തീകരിച്ച വിദ്യാർത്ഥികളോട് സ്ട്രൈറ്റ് പാത്ത് സ്കൂൾ ഓഫ് ഖുർആനിൻ്റെ ഭാഗമായി 3 കാര്യങ്ങളാണ് പ്രധാനമായി ഓർമ്മപ്പെടുത്താനുള്ളത്. അഹ്ലുൽ ഖുർആൻ എന്ന് പറയുന്ന പദവിയിലേക്കാണ് ഖുർആൻ പഠിച്ചുകൊണ്ട് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇനിയുള്ള ജീവിതം നിങ്ങളുടെ ഹൃദയത്തിലുള്ളത് ഖുർആനാണെന്ന ബോധ്യത്തിലാവണം. ഖുർആനിൻ്റെ നിർദ്ദേശങ്ങൾ നിങ്ങളെ ഖൽബിലുണ്ടെന്ന ബോധ്യത്തിലാവണം. ഖുർആൻ അരുതെന്ന് പറഞ്ഞത് നിങ്ങൾ ഓതിക്കൊണ്ടിരിക്കുന്ന ആയത്തുകൾക്കിടയിലാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. വിശുദ്ധ ഖുർആനിൽ 100 നിർദ്ദേശങ്ങളും 1000 നിർദ്ദേശങ്ങളുണ്ട്. അള്ളാഹുവിൻ്റെ ഖുർആനിൽ 1000 കാര്യങ്ങളോട് അരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ചെയ്യണമെന്ന് പറഞ്ഞിടത്ത് അള്ളാഹു വെച്ച ഒരു മാനദണ്ഡം തന്നെ ഇത്തഖുല്ലാഹ മസ്തതഅ്തും എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞാൽ എത്രയാണോ നിങ്ങൾക്ക് ചെയ്യാൻ സാധ്യമാകുന്നതിൻ്റെ മാക്സിമം അത്രയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എല്ലാവർക്കും എല്ലാം ചെയ്യാൻ കഴിയണമെന്നില്ല. ചെയ്യണമെന്ന നിർദ്ദേശം ഒരു മനുഷ്യന് ഫർളല്ലാത്ത നിർദ്ദേശമാണെങ്കിൽ സാധ്യതയുടെ പരമാവധി പാലിക്കാനാണ് പരിശ്രമിക്കേണ്ടത്. എന്നാൽ അരുതെന്ന് പറഞ്ഞ നിർദ്ദേശം അതെല്ലാവർക്കും ബാധകമാണ്. ചെയ്യരുതെന്ന് പറഞ്ഞത് എല്ലാവരോടുമുള്ള നിർദ്ദേശമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, വിശുദ്ധ ഖുർആനിൻ്റെ അമ്രുകളെയും നഹിയുകളെയും നിങ്ങൾ ഉൾക്കൊള്ളണം. വിശുദ്ധ ഖുർആനിൻ്റെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത വിഷയമായ ഈമാനിനെ നമ്മൾ ഉൾക്കൊള്ളണം. ഖുർആനിൽ രണ്ടാമതായി ചർച്ച ചെയ്ത സുപ്രധാനമായ വിഷയം സ്വഭാവമാണ്. ഏത് പ്രതിസന്ധി നിങ്ങളെ മുന്നിൽ വന്നാലും, ഏത് സാഹചര്യം നിങ്ങളെ മുന്നിൽ രൂപപ്പെട്ടു വന്നാലും, ഖുർആൻ ഏത് രീതിയിലാണ് ഈ സാഹചര്യത്തോട് ഇടപഴകാൻ പറഞ്ഞത് എന്നൊരാലോചന നിങ്ങളിലുണ്ടെങ്കിൽ സ്വാഭാവികമായും നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ സംസ്കാരം എല്ലാം ഖുർആനായി മാറും. ഓർത്തു നോക്കൂ, നിങ്ങൾ ഫിർഔനിന്റെ മുമ്പിലേക്ക് ഇങ്ങനെ മഹാനായ മൂസ നബി അലൈഹിസ്സലാമും മഹാനായ ഹാറൂൻ നബി അലൈഹിസ്സലാമും പോകുന്ന സമയം അള്ളാഹുവിന്റെ നിർദ്ദേശം അന റബ്ബുക്കുമുൽ അഅല എന്ന് പറഞ്ഞ ഫിർഔനിന്റെ മുമ്പിൽ, ഞാനാണ് ഏറ്റവും വലിയ റബ്ബെന്ന് പറഞ്ഞ ഫിർഔനിന്റെ മുന്നിലേക്ക് പോകുമ്പോൾ അള്ളാഹുവിന്റെ നിർദ്ദേശം മാന്യമായേ സംസാരിക്കാവൂ എന്നാണ്, വളരെ സോഫ്റ്റായേ സംസാരിക്കാവൂ എന്നാണ്. എന്നാൽ പിന്നെ സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി, എന്റെ റബ്ബാണ് എനിക്ക് ഏറ്റവും വലിയവനെന്ന് പറയുന്ന, എന്റെ റബ്ബാണ് അഅല, എന്റെ റബ്ബാണ് ഏറ്റവും വലിയവൻ എന്ന് വിശ്വസിക്കുന്ന പറയുന്ന ആളുകളുടെ മുമ്പിൽ നമ്മുടെ ഭാഷ അതിനേക്കാൾ മനോഹരമാകണമെന്ന് വഖൂലാ ലഹു ഖൗലൻ ലയ്യിന എന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമതായി നിങ്ങൾ സൂക്ഷിക്കേണ്ട കാര്യം, അള്ളാഹുവിന്റെ ദീൻ അതിവിശാലമായ ഒരു ലോകമാണ്. വിശുദ്ധ ഖുർആൻ എത്ര തന്നെ പഠിച്ചാലും പൂർത്തീകരിക്കാൻ കഴിയാത്തതാണ്. നിങ്ങൾ ചില ആളുകൾ 1 വർഷം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഹിഫ്ലാക്കിയവരാണ്. 2 വർഷം കൊണ്ടോ 3 വർഷം കൊണ്ടോ പൂർത്തീകരിച്ചവർ ഈ കൂട്ടത്തിലുണ്ടാകും. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് പറയുന്നത്, നിങ്ങൾ ഒരു ദിവസം ഒരു ആയത്തിന്റെ തഫ്സീറെങ്കിലും പഠിക്കണം. ഒരു ദിവസം നിങ്ങൾ ഒരു ആയത്തിന്റെ തഫ്സീർ പഠിക്കണം. എങ്കിൽ 6 വർഷം നിങ്ങൾ പൂർത്തിയാകുമ്പോ ഒരു ആയത്തിന്റെ തഫ്സീർ മാത്രമാണ് പഠിച്ചത് എങ്കിൽ നിങ്ങളുടെ +2 കാലം കഴിഞ്ഞ് ഡിഗ്രിയൊക്കെ പൂർത്തീകരിക്കുന്നതിന്റെ മുമ്പ് വിശുദ്ധ ഖുർആനിലെ എല്ലാ ആയത്തുകളുടെയും തഫ്സീറുകളെ വളരെ വിശാലമായി പഠിക്കാനും ഗ്രഹിക്കാനും നമുക്ക് സാധ്യമാകും. അതിന് ഏറ്റവും മിനിമം ലെവലിലാണ് ഞാൻ പറഞ്ഞത്, ഒരായത്തിന്റെ തഫ്സീറെങ്കിലും എല്ലാ ദിവസവും പഠിക്കണം. അതൊരു തഫ്സീറിൽ നിന്ന് മാത്രമാകരുത്. ഖുർആനിന്റെ ഒരു പദത്തിന് ഒരുപാട് അർത്ഥമുണ്ടാകും. ഇന്നലിൽ ഖുർആനി ലളഹറൻ വബത്ന, ഖുർആനിന്റെ ഓരോ ആയത്തുകൾക്കും നേരെ കാണാവുന്ന ഒരർത്ഥവും ആന്തരികമായ അതിവിശാലമായ ഒരു അർത്ഥതലവും വിശുദ്ധ ഖുർആനിനുണ്ടാകും. 2 അർത്ഥതലങ്ങളെയും മനസ്സിലാക്കുന്ന വിധം ഓരോ ആയത്തുകളെ ഒരു ദിവസമെങ്കിലും മിനിമം, നിങ്ങൾ എത്ര തിരക്കുള്ള കോഴ്സ് ചെയ്യുന്നവരാണെങ്കിലും, ആവിയേഷന് പഠിക്കുന്ന മക്കൾ ഈ കൂട്ടത്തിലുണ്ട്. വരും വർഷങ്ങളിൽ പൈലറ്റുകളായി മാറാനുള്ളവരുണ്ട്, മെഡിക്കൽ ഡോക്ടേഴ്സായി മാറാനുള്ള ഹാഫിളീങ്ങളുണ്ട്, നല്ല പണ്ഡിതന്മാരായി മാറാനുള്ള ഹാഫിളീങ്ങളുണ്ട്. എല്ലാവർക്കും ലളിതമായി സാധ്യമാണ്. ഇനി ഒരാൾക്ക് 3, 4, 5, 6 ആയത്തിന് ഒരു ദിവസം വിശദമായിരുന്നു പഠിക്കാൻ സാധ്യമാകുമെങ്കിൽ അവർക്ക് കുറഞ്ഞ കാലം കൊണ്ട് ഖുർആനിനെ പരിപൂർണമായി മനുഷ്യ ബുദ്ധി കൊണ്ട് സാധ്യമാകുന്നതിന്റെ പരമാവധി പഠിച്ചെടുക്കാനാകും. ഖുർആനിന് സ്വഭാവമുണ്ട്. നിങ്ങൾ എത്രയാണോ ഖുർആനിനോട് അടുക്കുന്നത് അതിനനുസരിച്ചായിരിക്കും ഖുർആൻ നിങ്ങളോട് ചേർന്ന് നിൽക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്.
മൂന്നാമതായി അവസാനമായി പ്രിയപ്പെട്ട മക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങൾ ഇങ്ങനെ ഖുർആനൊക്കെ പഠിച്ച് നിങ്ങൾ വളരണമെന്ന് ആഗ്രഹിച്ച നിങ്ങളെ പ്രിയപ്പെട്ട ഉപ്പമാരും ഉമ്മമാരുമുണ്ട്. അവർ നിങ്ങളെ പരിശുദ്ധമായ സ്റ്റേറ്റ് പാത്ത് സ്കൂൾ ഓഫ് ഖുർആനിലേക്ക് അഡ്മിഷൻ എടുക്കുമ്പോൾ പല രക്ഷിതാക്കളും എന്നോടൊക്കെ പറഞ്ഞ വാക്ക് ഞാൻ ഓർക്കുന്നുണ്ട്. പല രക്ഷിതാക്കളും പറഞ്ഞത്, ഒരുപാട് ആളുകളെ ശഫാഅത്ത് ചെയ്ത് സ്വർഗത്തിലേക്ക് നയിക്കാൻ അർഹതയുള്ള ഒരു വിഭാഗത്തിൽ എന്റെ മകനും ഉണ്ടാകണം എന്ന് പറഞ്ഞ ഒരുപാട് രക്ഷിതാക്കളെ ഞാൻ ഓർക്കുകയാണ്. പലരും അവർ ഈ വേദിയിലുണ്ട്. ചിലരൊക്കെ ഇങ്ങോട്ട് ഇന്നെത്തിച്ചേരാൻ പ്രയാസമുള്ളവരുമുണ്ട്. അല്ലാഹു തആല നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ റഹ്മത്ത് ചെയ്യട്ടെ. പ്രിയപ്പെട്ട മക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങൾ അന്ത്യനാളിൽ നിരവധി ആളുകളെ കൈപ്പിടിച്ച് സ്വർഗത്തിലേക്ക് ക്ഷണിക്കാൻ യോഗ്യരാണ്. പക്ഷേ ആ യോഗ്യതയെ മരണത്തിന്റെ അവസാന നിമിഷം വരെ നിലനിർത്തിയാലേ യോഗ്യതയാവൂ. ഹാഫിളായാൽ മാത്രമാകില്ല. ഹാഫിള് എന്ന് പറയുന്നത് സൂക്ഷിപ്പുകാരൻ എന്നാണ്. ഖുർആനിന്റെ പദങ്ങളെ നിങ്ങൾ സൂക്ഷിച്ചു, ഇനി ഖുർആനിന്റെ ആശയങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. ഖുർആനിന്റെ നിർദ്ദേശങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. ഖുർആനിന്റെ മനോഹാരിതയെ നിങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ പറഞ്ഞു കൊടുക്കണം. എല്ലാത്തിലും നിർദ്ദേശം തന്ന, എല്ലാത്തിനും വഴി കാണിച്ചു തന്ന അള്ളാഹുവിന്റെ ഖുർആൻ നമ്മോട് പറഞ്ഞൊരു വർത്തമാനമുണ്ട്. നിങ്ങൾ അഭിമാനത്തോടെ നിൽക്കേണ്ടവരാണ്, നിങ്ങൾ ഇസ്സത്തോടെ നിൽക്കേണ്ടവരാണ്. കുന്തും ഖൈറ ഉമ്മ, നിങ്ങൾ അഭിമാനമുള്ള ഏറ്റവും നല്ല ഉമ്മത്താണ്. അൻതുമുൽ അഅലൂൻ, നിങ്ങൾ സമുന്നതരാണ്. ലാ തയഅസു, നിങ്ങൾ നിരാശപ്പെടേണ്ടവരല്ല. ലാ തഖനതു, നിങ്ങൾ ടെൻഷനായി നടക്കേണ്ടവരല്ല. നിങ്ങൾ ഇസ്സത്തോടെ വഅന മിനൽ മുസ്ലിമീൻ എന്ന് ജീവിതത്തിന്റെ എല്ലാ നിമിഷവും പറയേണ്ടവരാണ്. അതുകൊണ്ട് ഖുർആനിനെ ഹൃദയത്തോട് ചേർത്തി വെക്കണം. അഹ്ലുൽ ഖുർആനായി നിങ്ങൾ പഠനം പൂർത്തീകരിച്ചു. അഹ്ലുൽ ഖുർആനായി നിങ്ങൾ ജീവിക്കണം. അഹ്ലുൽ ഖുർആനായി നിങ്ങൾ മരിക്കണം. ഒരുപാട് ആളുകളുടെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് ക്ഷണിക്കാൻ നിങ്ങളായിരിക്കും മഹ്ശറിൽ നിങ്ങളെ മാതാപിതാക്കളുടെ മുന്നിൽ ഉണ്ടാവുക. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, ഖുർആൻ പഠിച്ച മക്കളുടെ മാതാപിതാക്കളെ മഹ്ശറിൽ അല്ലാഹു ആദരിച്ചുകൊണ്ട് അവരുടെ തലയിൽ, നിങ്ങളുടെ തലയിലൊക്കെ വ്യത്യസ്തമായ വസ്ത്രങ്ങൾ ധരിപ്പിച്ചതുപോലെ അവരുടെ തലയിൽ അല്ലാഹു കിരീടം ധരിപ്പിക്കുന്ന ഒരു സമയമുണ്ട്. ഇന്ന് നിങ്ങളുടെ ഉപ്പയും ഉമ്മയും സന്തോഷിച്ചതിനേക്കാളേറെ, ഇന്ന് നിങ്ങളുടെ മാതാപിതാക്കൾ ആനന്ദിച്ചതിനേക്കാളേറെ അവർ സന്തോഷം കൊണ്ട് കണ്ണു നിറയുന്ന ഒരു രംഗം മഹ്ശറിന്റെ തുടക്കത്തിൽ ഉണ്ടാകും. പക്ഷേ നിങ്ങൾ അഹ്ലുൽ ഖുർആനായി ജീവിക്കണം, എങ്കിലേ അത് സാധ്യമാകൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സ്റ്റേറ്റ് പാത്ത് സ്കൂൾ ഓഫ് ഖുർആനിന്റെ ഏറ്റവും വലിയ സന്തോഷം, ഈ ഉമ്മത്തിന്റെ വരുംകാല നായകരൊക്കെ ഈ സ്ഥാപനത്തിലെ പഠിതാക്കളാണ് എന്നാണ്. എല്ലാ അർത്ഥത്തിലും നല്ല പണ്ഡിതന്മാരുടെ മക്കൾ ഈ സ്ഥാപനത്തിൽ പഠിക്കുന്നുണ്ട്. പാണക്കാട് കുടുംബത്തിലെ ആദരണീയരായ മക്കളൊക്കെ പഠിച്ചിറങ്ങാൻ, അവർക്കൊക്കെ വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചം നൽകാൻ അല്ലാഹു ഈ സ്ഥാപനത്തെ തെരഞ്ഞെടുത്തു എന്നുള്ളത് ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ സന്തോഷമാണ്. അല്ലാഹു തആല ഇന്ന് ഇവിടെ നിന്ന് സനദ് വാങ്ങിയ എല്ലാ മക്കളിലും, ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സർവ്വ മക്കളിലും ഖുർആനിന്റെ എല്ലാ നന്മയും, ഖുർആനിന്റെ എല്ലാ പ്രകാശവും അല്ലാഹു വർഷിക്കട്ടെ. ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന, മുത്തുനബിയുടെ ജീവിതത്തിൽ പരിപൂർണമായി ഉൾക്കൊള്ളുന്ന നല്ല മക്കളെ കൂട്ടത്തിൽ, നല്ല ആലിമീങ്ങളെ കൂട്ടത്തിൽ, നല്ല തഖ്വയുള്ളവരെ കൂട്ടത്തിൽ അല്ലാഹു എല്ലാവരെയും, ഇവിടെ ഒരുമിച്ച് കൂടിയവരെയും, നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ അഹ്ലുകാരെയും എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി തരട്ടെ. ഈ സദസ്സ് മനോഹരമായി ഇവിടെ അവസാനിക്കുന്നിടത്ത് നമ്മൾ ഓർമ്മിക്കേണ്ട മഹാന്മാരായ പാണക്കാട് സാദാത്യങ്ങൾ, ഈ സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് നമ്മുടെ കൂടെ ചേർന്ന് നിന്ന ആദരണീയനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ നവ്വറല്ലാഹു മർഖദ, അതുപോലെ ആ കുടുംബത്തിൽ നിന്ന് വഫാത്തായി പോയ മഹാനായ PMSA പൂക്കോയ തങ്ങളും അവരുടെ വല്യപ്പമാരും എല്ലാവരിലേക്കും അല്ലാഹു ഈ മജ്ലിസിൽ നടന്ന മുഴുവൻ നന്മയുടെ മിസ്ൽ സവാബും റബ്ബ് ഹദിയയായി സമ്മാനമായി എത്തിച്ചു കൊടുക്കട്ടെ. അവരിൽ നിന്ന് വഫാത്തായി പോയ ഉമ്മമാർ, പാണക്കാട് പാണക്കാട് മഖബറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരുപാട് സയ്യിദന്മാർ, അതുപോലെ തന്നെ ഹിഫ്ള് പൂർത്തീകരിച്ച ഈ മക്കളുടെ മാതാപിതാക്കളിൽ നിന്ന്, അവരുടെ പ്രപിതാക്കളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന്, അഹ്ലുകാരിൽ നിന്ന്, നമ്മിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയ നമ്മുടെ എല്ലാ മാതാപിതാക്കൾക്കും അല്ലാഹുവേ ഈ മജ്ലിസിന്റെ സവാബിനെ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഖുർആന്റെ അഹ്ലുകാരായി ജീവിച്ച് മഹ്ശറിലെത്തുമ്പോ അല്ലാഹുവേ നീ നിന്റെ കുടുംബക്കാരെന്ന് വിളിക്കുന്ന, നീ നിന്റെ സ്പെഷ്യൽ ടീം എന്ന് വിളിക്കുന്ന, നിന്റെ പ്രത്യേകക്കാരെന്ന് വിളിക്കുന്ന അഹ്ലുകാരിൽ ഈ ഒരുമിച്ച് കൂടിയ ഇവിടെ സംഗമിച്ച എല്ലാവരെയും നീ ഉൾപ്പെടുത്തണം റഹ്മാന്. ഇതിന് നിമിത്തങ്ങളായ സർവരെയും അല്ലാഹുവേ നീ ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി തരണം റഹ്മാന്. അഹ്ലുൽ ഖുർആൻ പടച്ചോനെ നീ നിന്റെ വീട്ടുകാരെന്ന് പറഞ്ഞ് പ്രത്യേകം വിളിക്കുമ്പോ ഞങ്ങൾക്കൊക്കെ അതിൽ ചേർന്നിരിക്കാൻ റബ്ബേ
ഞങ്ങളെല്ലാവരും ഹാഫിളീങ്ങളായില്ലെങ്കിലും ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഇന്നിവിടെ നിന്ന് സനദ് വാങ്ങി റബ്ബേ, അവരിലേക്ക് ഞങ്ങളെയും ചേർത്തി അഹ്ലുൽ ഖുർആനിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി തരണം റഹ്മാനെ. ഞങ്ങളെ ആരൊക്കെ ഉപ്പമാരെ ഖബറിലുണ്ടെങ്കിലും റബ്ബേ നീ അവരെ ഖബർ വിശാലമാക്കണം റഹ്മാനെ. അവരെ ഖബറിൽ ഒരു പ്രയാസവും ഇല്ലാതെ ഖുർആനിന്റെ നൂർ അവരെ ഖബറിൽ നീ നൽകണം റഹ്മാനെ. ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക്, സഹോദരങ്ങൾക്ക് പടച്ചോനെ, ഞങ്ങളെ ദീനിന്റെ പേരിൽ സ്നേഹിക്കുന്ന, ഈമാനിൽ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ പടച്ചോനെ, ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഞങ്ങളെ മക്കള്, ഇവിടെ പഠിച്ചു കഴിഞ്ഞ മക്കള് എല്ലാവരെയും നിന്റെ റഹ്മത്ത് കൊണ്ട് നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. എല്ലാവർക്കും നല്ല ജീവിതവും നല്ല ആഖിബത്തും നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ എല്ലാ കാര്യങ്ങളും നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഞങ്ങളുടെ സ്കൂൾ ഓഫ് ഖുർആനിലും ഞങ്ങളുടെ സ്കൂളിലും പഠിക്കുന്ന, അതുപോലെ ഞങ്ങളുടെ എല്ലാവരെയും മക്കളായി വളരുന്ന എല്ലാവരെയും പടച്ചോനെ നീ സ്വാലിഹീങ്ങളാക്കണേ റബ്ബേ, തഖ്വയുള്ളവരാക്കണേ റബ്ബേ. എന്തൊക്കെ ഫിത്ന മുന്നിൽ വന്നാലും റബ്ബേ ഈമാനോടെ ജീവിക്കുന്നവരാക്കണേ റബ്ബേ.